അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിക്കിടിയാണ് കേട്ടോ. തിക്കിടി പറഞ്ഞാൽ അറിയാലോ അല്ലേ. പണ്ടുള്ള അമ്മമാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം. ഇപ്പോഴത്തെ ജനറേഷൻ ഇതാർക്കും ഒന്നും അറിയില്ല, എനിക്ക് പോലും അറിയില്ല കേട്ടോ. സത്യത്തിൽ ഇതെൻ്റെ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഒരു പഴയ ഓർമ്മ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അത് കുക്കറിൽ ഓയിൽ വെച്ച ശേഷം അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്ക ഇട്ട ശേഷം അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. ഇഞ്ചി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തക്കാളി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്നിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് മട്ടൻ പീസസാണ് ഇട്ടിരിക്കുന്നത്. മട്ടനും കൂടി ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് പൗഡേഴ്സായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്താ സംഭവം എന്ന് അവർ ചോദിച്ചു പോയി. കാരണം അവരിപ്പോൾ ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഈ വീഡിയോ പഴയ ഉമ്മമാർ ആരെങ്കിലും കാണുകയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അമ്മമാർ ആരെങ്കിലും കാണുകയെന്ന് വെച്ചാൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും കമൻറ്റിലൂടെ. അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് 3-4 വിസിൽ വെക്കുക കേട്ടോ. ഇതിപ്പോൾ തേങ്ങേൻ്റെ കൂടെ വലിയ ജീരകം, ഗരം മസാല എല്ലാം ചേർത്ത് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മാവ് വട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. പച്ച അരി കൊണ്ടുള്ള റേഷൻ പച്ചരിയാണ് കേട്ടോ, ഇത് പൊടിച്ചതാണ്. അപ്പോൾ മാവും കൂടി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പത്തിരിക്ക് കുഴയ്ക്കുന്ന ആ പരുവത്തിലാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ടൈറ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പും റൗണ്ട് ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാരായിരിക്കും ഇങ്ങനെ ഷേപ്പിലാക്കിയതെന്ന്. അപ്പോൾ അരച്ച് വെച്ച് തേങ്ങ അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തിളവന്ന ശേഷം നമ്മൾ ആവി വെച്ച തിക്കിടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് വെന്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എല്ലാ വീഡിയോസും ഷെയർ ചെയ്യാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ലൈക്കായാലും ഡിസ്ലൈക്കായാലും അതും കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ എഡിറ്റിങ്ങിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഞാൻ എഡിറ്റിംഗ് പഠിച്ച് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും കേട്ടോ. എല്ലാവരും അത് ക്ഷമിക്കുക. മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.